നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ API സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെതർ ആപ്ലിക്കേഷൻ്റെ UI എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതും ദെൻ അതിൽ എങ്ങനെയാണ് കറണ്ട് ലൊക്കേഷൻ പിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് നോക്കിയത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ബിക്കോസ് API ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, അതല്ലെങ്കിൽ ലൊക്കേഷൻ പിക്ക് ചെയ്യുക, API ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മോഡേൺ ആപ്ലിക്കേഷനിലെല്ലാത്തിലും വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അത് ഫെമിലിയർ ആയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ വാച്ച് ദ വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ കാണാം. ആൻഡ് ഓൾറെഡി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റസ്റ്റ് API അല്ലെങ്കിൽ എൻ പോയിന്റ്സ് ഉപയോഗിച്ച് API എൻ പോയിന്റ്സ് ഉപയോഗിച്ച് ആ ഡാറ്റ എങ്ങനെ ഫെച്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ കറണ്ട് ലൊക്കേഷൻ നമ്മൾ പിക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ കിട്ടും, അതല്ലെങ്കിൽ ഒരു കറണ്ട് സിറ്റി നെയിം കിട്ടും. ആ സിറ്റി നെയിമിലുള്ള കറണ്ട് വെതർ എന്താണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫെച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ലൊക്കേഷനിലുള്ള വെതർ ഫെച്ച് ചെയ്യണമെങ്കിൽ അവിടെ സെർച്ച് ഐക്കൺ ഉണ്ട്. ആ സെർച്ച് ഐക്കണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സിറ്റി നെയിം എൻ്റർ ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ആ പെർട്ടിക്കുലർ സിറ്റിയിലുള്ള കറണ്ട് വെതർ എന്താണെന്ന് നമ്മുടെ ഇൻ്റർഫേസിൽ നമുക്ക് കാണിച്ചു തരണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് API എൻ പോയിന്റ്സ് വേണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പൺ വെതർ API ആണ്. അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വെതർ ഡാറ്റ, കറണ്ട് വെതർ ഡാറ്റ പല ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾക്ക് വെതർ ഡാറ്റ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു API കീ വേണം. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ പോയിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ടൈപ്പ് ഹിയർ ഓപ്പൺ വെതർ API. ഓക്കെ, ദെൻ യു ക്യാൻ ടേക്ക് ദി സൈറ്റ്. ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് പല ക്രൈറ്റീരിയ വെച്ച് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ഡാറ്റ ഫെച്ച് ചെയ്യും. അപ്പോൾ ഇതിൽ കറണ്ട് വെതർ ഡാറ്റ ആണ് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോകുന്നത്. ദെൻ അവർലി ഫോർകാസ്റ്റ് ഉണ്ട്, ഡെയിലി ഫോർകാസ്റ്റ് 16 days ഉണ്ട്, ദെൻ ക്ലൈമാറ്റിക് ഫോർകാസ്റ്റ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ് API. സോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ API ഡോക്യുമെൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് API എൻ പോയിന്റ്സ് കാണാം. API എൻ പോയിന്റ് എന്താണെന്നും അതല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്റ്റ് API വർക്ക് ചെയ്യുന്നുള്ള ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ അതാണ്, എന്താണ് റെസ്റ്റ് API എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാം. അതല്ല നിങ്ങൾ ഓൾറെഡി API കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് വീഡിയോ, നോ ഇഷ്യൂസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ എൻ പോയിന്റ് വി ആർ ഗോയിങ് ടു യൂസ്. ബിക്കോസ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫെച്ച് ചെയ്യണം. അപ്പോൾ ഈ API എൻ പോയിന്റ് നമുക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് HTTP വേർബ് ഉണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന HTTP ഏതാണ്, ദെൻ HTTP ഇവിടെ ഉണ്ട്, പ്രോട്ടോക്കോളിൻ്റെ പേരുണ്ട്. ദെൻ ഒബ്വിയസ്ലി ഇതെന്തായിരിക്കും, ഒരു ഗെറ്റ് API ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ HTTP വേർബ് ഗെറ്റ് ആണ്. ഓക്കെ, ദെൻ യു ഹാവ് ദ URL. യുവർ ബേസ് URL ഈസ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മളുടെ ബേസ് URL എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ഏത് എൻ പോയിന്റ് എടുത്താലും ആ ഒരു കാര്യം സെയിം ആയിരിക്കും. അപ് ടു ദിസ് തിങ് വെതർ എന്നുള്ള കാര്യം വരെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. യു ക്യാൻ ടേക്ക് അനദർ എൻ പോയിന്റ്. യു ക്യാൻ ടേക്ക് ദിസ് എൻ പോയിന്റ്. ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ, ഇതിൽ വെതർ എന്നുള്ള വരെ നിങ്ങൾക്ക് എന്താണ്, സെയിം ആണ്. എല്ലാത്തിലും എന്തായിരിക്കും ബേസ് URL എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ബേസ് URL. ഓക്കെ, ദെൻ യു ഹാവ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ബേസ്ഡ് ഓൺ ദ സിറ്റി ആൻഡ് യു ഹാവ് ടു പാസ് ദാറ്റ് സിറ്റി. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളൊരു ഓതറൈസ്ഡ് യൂസർ ആയിരിക്കണം എന്ത്, ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി. അതിനാണ് നമ്മൾ ഈ API കീ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എങ്ങനെയാണ് API കീ കിട്ടുക എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു സൈൻ ഇൻ. നമ്മളിതിൽ സൈൻ ഇൻ ചെയ്യണം. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ ആൻഡ് യു ക്യാൻ യൂസ് ദാറ്റ് അക്കൗണ്ട്. ഓക്കെ, ഐ എം ഗോയിങ് ടു യൂസ് മൈ അക്കൗണ്ട്. ഓക്കെ, ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മളുടെ അക്കൗണ്ടിൽ വരും. ഓക്കെ, ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഇവിടെ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് മൈ API കീ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ API കീ. ദിസ് ഇസ് എ API key. Right now I am using this API key. And you can copy it and never copy this because this is my account. You can easily ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു API key ക്രിയേറ്റ് ചെയ്യാം. ഞാനത് ID എന്നൊന്നുമില്ല, ഇതാണ് എൻ്റെ API key. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന എല്ലാ റിക്വസ്റ്റിൻ്റെ കൂടെ എന്ത് വേണം, യു ഹാവ് ടു സെൻഡ് ദിസ് API key and that's what the documentation. Let me copy this API key. Okay, then I'm going back to the API. Then select API documentation. ഇവിടെ വന്നിട്ട് നമ്മളുടെ കറണ്ട് വെതർ ഡാറ്റ എടുക്കുക.
ഓക്കെ, ദെൻ അതിൽ ഇതാണ് നമ്മളുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് ദ വേ യു ഹാവ് ടു ഓർഗനൈസ്, അല്ലെങ്കിൽ ഓർഗനൈസ് യുവർ ഡാറ്റ. നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട ഡാറ്റ ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്യണം. അതല്ല നിങ്ങൾ ബേസ്ഡ് ഓൺ ദ സിറ്റി നെയിമാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു യൂട്ടിലൈസ് സം അതർ എൻഡ് പോയിന്റ് ലൈക്ക് ദിസ്. ഈ എൻഡ് പോയിന്റ് ഉപയോഗിക്കണം, സിറ്റി നെയിം. നിങ്ങൾ സിറ്റി നെയിമും കൺട്രി കോഡും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ API എൻഡ് പോയിന്റ് ഉപയോഗിക്കണം. അതല്ല നിങ്ങൾ പ്രിസൈസ് ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എൻഡ് പോയിന്റ് ഉപയോഗിക്കണം. ഓക്കെ, ഐ എം ഗോയിങ് ടു യൂസ് ദിസ് എൻഡ് പോയിന്റ് ആൻഡ് സിറ്റി. ആൻഡ് ഇതൊരു ഗെറ്റ് API ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTTP വെർബ് എന്ന് പറയുന്നത് ഗെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡാറ്റ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് കൊടുക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഓപ്പൺ വെതർ API ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഡാറ്റ പോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഡാറ്റ ഇസ് കമ്മിങ് ഫ്രം സംവേർ, സാറ്റലൈറ്റ് ഡാറ്റയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഡാറ്റയൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു കോപ്പി ദിസ് URL ഫ്രം ഹിയർ. ദെൻ ഓർ let me first of all copy that to my notepad. Okay, so new tab, paste it. This is the key, and we have to provide this is the base URL. every endpoint ന്റെ കൂടെ എന്തായിരിക്കും, ഇതായിരിക്കും. ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇതിനകത്തൊരു വേർഷൻ നമ്പർ ഉണ്ടായിരിക്കും, HTTP ഏത് വേർഷൻ. ദിസ് ഇസ് 2.5. and then you can provide a city, and you have to remove this curly brace. Then you can provide a city called I'm going to give the city Dubai. Then you have to paste your API key here. And for API key I told you you have to come here. നമ്മളുടെ API documentation നമ്മളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, you will get your key. Copy this key and I'm going to add that key here. Then this is the way you have to hit the URL. ഇവിടെ വന്നിട്ട് ഞാനത് ബ്രൗസറിൽ ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു, press enter. Now you got back the data. This is the data you are getting back. Okay, I think let me zoom it. Okay, and ഇപ്പം ഞാൻ കൊടുത്ത സിറ്റി നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് സംവേർ see, this is a city name Dubai, and currently ആ സിറ്റിയിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള കാര്യം ഇവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഈസ് in some other unit, and you will get that details here. ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ പല യൂണിറ്റിൽ ഡാറ്റ ഒരു ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂണിറ്റിലാണ് വേണ്ടത്. സി, ദിസ് ഈസ് എ യൂണിറ്റ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, മെട്രിക് ഉണ്ട്, ഇംപീരിയൽ. റൈറ്റ് നൗ ഇറ്റ് ഈസ് എൻ ഇംപീരിയൽ. ഇഫ് യു വാണ്ട് മെട്രിക് യു ഹാവ് ടു അപ്പൻഡ് ദാറ്റ് കീ. സി, നമുക്ക് മെട്രിക് യൂണിറ്റിലാണ് വേണ്ടതെങ്കിൽ സി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദിസ് പാരാമീറ്റർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ആ മെട്രിക് എന്നുള്ള പാരാമീറ്ററും കൂടി പാസ് ചെയ്തിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ now you can see your temperature is formatted into degree Celsius 35.16 or 35 feels like 35.58, and it is actually max temperature is 30.15, and ഇതാണ് നമുക്ക് വേണ്ട ഡാറ്റ. Okay, and you have the sunrise data, and you have the sunset information. Everything is here. So അപ്പോൾ ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡിൽ. and this is a front end. Let me only this time, this is the app we have already built. So ഈ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കാണിക്കേണ്ട ഡാറ്റ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, യു ഹാവ് സം ടൂൾസ് ഫോർ ടെസ്റ്റിംഗ് യുവർ API. അത് നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇൻസ്നോംനിയ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലട്ടേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാം കൂടി ഇന്ന് വരുമ്പോൾ ഒരു സ്ട്രക്ചേർഡ്, ഇതാണ് JSON എന്ന് പറയുന്നത്. ദിസ് ഇസ് JSON. ഐ ടോൾഡ് യു, JSONന്റെ സിൻടാക്സ് curly braceന്റെ ഉള്ളിലായിരിക്കും. Then you have a key, then a value, and this is the first value, and this is a second key, and this is a value. Okay, then you have the third key, then the value. ആ രീതിയിലേക്ക് പോകുന്നത്. another key, value. ആ രീതിയിലേക്ക് key value പേരായിട്ടൊക്കെ ഡാറ്റ കിടക്കണം. everything is enclosed in a curly brace, and all the keys are string here. ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഡാറ്റയാണ് നമ്മൾ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ HTTP നമുക്ക് എന്ത് ചെയ്തത്, സെർവറിൽ നിന്ന് നമുക്ക് കൊണ്ടുതന്നത്. ഇനി ഈ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമർക്ക് അല്ലെങ്കിൽ യൂസർക്ക് ഇത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. ഇത് ഇതേപോലെ കാണിച്ചു കൊടുത്താൽ കസ്റ്റമർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ആൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി നമുക്ക് കാണിക്കണം. ആൻഡ് അപ്പോൾ അവിടെയുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ ഇത് JSON ഡാറ്റയാണ്, പ്യുവർ ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാർട്ട് മോഡലിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം,
ആ മോഡൽ പ്രകാരം നമുക്ക് ഡാറ്റ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരുന്ന ഡാറ്റയെ ജേസൺ ഡാറ്റയെ നമ്മൾ ഡാട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഡാട്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്ലട്ടറിൽ ഫ്രണ്ട് എൻഡിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്സ്, ഗോ ആൻഡ് വാച്ച് ദ ഫസ്റ്റ് വീഡിയോ, വാട്ട് ഈസ് റെസ്റ്റ്ഫുൾ API, എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്നൊക്കെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, ആൻഡ് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആൻഡ് ഗോ ആൻഡ് വാച്ച് ദ സെക്കൻഡ് വീഡിയോ. അതിൽ നമ്മൾ ഐ തിങ്ക് തേർഡ് വീഡിയോ ആൻഡ് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് എക്സാക്ട് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നത്, ആ വീഡിയോ കാണാം. ഓക്കെ, സോ ദെൻ കം ബാക്ക്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദ ഫൈനൽ വീഡിയോ. ഇതാണ് നമ്മുടെ സീരീസിലെ ഫൈനൽ വീഡിയോ, നമ്മൾ എങ്ങനെയാണ് എൻഡ് പോയിന്റ് ഉപയോഗിച്ച് ഡാറ്റ ഫെച്ച് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഓൺ പോസ്റ്റ്മാൻ. നമ്മളുടെ പോസ്റ്റ്മാൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വെബിൽ ഉപയോഗിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ദിസ് ഇസ് എ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ പോസ്റ്റ്മാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് കളക്ഷൻസ് ഉണ്ടാക്കാം, എൻവിറോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ കോമൺ ആയിട്ടുള്ള നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എൻവിറോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ യു ക്യാൻ ഹാവ് എ കളക്ഷൻ. നൗ യു ഹാവ് എ കളക്ഷൻ കോൾഡ് ഫാസ്റ്റ് API. ഞാൻ ടെസ്റ്റ് ചെയ്തൊരു API ആണിത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന APIs ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കളക്ഷനിൽ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി എല്ലാ ഓപ്പറേഷൻസും എല്ലാതും ഇതിനകത്ത് ഉണ്ടാക്കും. ഓക്കെ, ദെൻ എൻഡ് പോയിന്റ്സ് എല്ലാം നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ദെൻ ഇഫ് യു വാണ്ട് ടു ടെസ്റ്റ് സംതിങ്, ക്ലിക്ക് ഓൺ ദിസ് പ്ലസ് ഐക്കൺ. നോ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഈ ഇതാണ് ഹിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ പേസ്റ്റ് ഇറ്റ് ഹിയർ. ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് ദ എൻഡ് പോയിന്റ്. ആൻഡ് ദിസ് ഈസ് എ ഗെറ്റ് API ആയതുകൊണ്ട് നിങ്ങൾ ഗെറ്റ് അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. സി, ദിസ് ഇസ് എ ഗെറ്റ് API. സോ യു ക്യാൻ സെലക്ട് ദ ഗെറ്റ്, ദെൻ ക്ലിക്ക് സെൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ആ റെസ്പോൺസ് കിട്ടും. നേരത്തെ കണ്ട പോലെ അല്ല, ഒന്നുകൂടി കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ദിസ് എ ബ്യൂട്ടി ഓഫ് പോസ്റ്റ്മാൻ. അതല്ലെങ്കിൽ ഇത്തരം API ടെസ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബ്യൂട്ടി ഇതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഫോർമാറ്റഡ് ആയിരിക്കും, ഒന്നുകൂടി റീഡബിലിറ്റി കൂടും. ദെൻ യു ക്യാൻ സി, ഐ ടോൾഡ് യു ഓൾവേസ് അത് എന്ത് ചെയ്യും, ഒരു HTTP റെസ്പോൺസിൻ്റെ കൂടെ ഒരു സ്റ്റാറ്റസ് കോഡ് ഉണ്ടായിരിക്കും. ആൻഡ് 200 ലെവൽ ഓഫ് സ്റ്റാറ്റസ് കോഡ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ 400 ലെവൽ ഓഫ് സ്റ്റാറ്റസ് കോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോയിലാണ് പറഞ്ഞ്, അത് കാണാത്തതുണ്ടെങ്കിൽ ദയവീത് അത് കാണാം. ഓക്കെ, ദെൻ ഇത് 200 ഓക്കെ മീൻസ് ദിസ് ഇസ് സക്സസ് തിങ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെന്ത് വന്നു, ഡാറ്റ വന്നു. ഓക്കെ, ഇനി നോക്ക്, ഇതിനകത്ത് നേരത്തെ കണ്ട പോലെ തന്നെ ദിസ് ഇസ് എ കീ ആൻഡ് എവറിത്തിങ് ഇസ് എൻക്ലോസ്ഡ് ഇൻ എ കേർലി ബ്രേസ്. ദിസ് ഇസ് എ കീ, ദെൻ ദ വാല്യൂ, കീ വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും എന്ത് കിടക്കുന്നത്, ഇതിനകത്ത് ഡാറ്റ കിടക്കുന്നത്. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്റ്റേണലി എന്ത് ചെയ്യും, API ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെ വരുന്ന ഈ JSON ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ഡാർട്ട് ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഡാർട്ട് മോഡലിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിതൊരു കോംപ്ലക്സ് JSON ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു JSON എടുത്ത് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. സി, മോഡൽസ് ആർ നത്തിങ്, ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ്. നമ്മളുടെ വരുന്ന ഡാറ്റ ഏത് രീതിയിലായിരിക്കും, ആ ഡാറ്റയെ നമ്മൾ എങ്ങനെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ മോഡലാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന ഡാറ്റയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ലെറ്റ് മീ റിമൂവ് ദിസ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് ആണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ID ഉണ്ട്, യു ഹാവ് എ നെയിം, ദെൻ യു ഹാവ് എ കോഴ്സ്. ഐ എം മേക്കിംഗ് സിമ്പിൾ തിങ്സ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത്. എനിക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ പോർഷൻ, ID, നെയിം ആൻഡ് കോഴ്സ് എന്നുണ്ട്. ദെൻ സപ്പോസ് യു ഹാവ് സംതിങ് കോൾഡ് അഡ്രസ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് മോഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാം, ക്ലാസ് എന്ന് എഴുതും. ദെൻ ഐ എം ഗോയിങ് ടു ഡിഫൈൻ ദ ക്ലാസ് ആസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ദെൻ ഡോട്ട് ക്ലാസ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് string ID is a string. Okay, string ID, then you have string name, then you have string course, then something called string address.
ഓക്കെ, ദെൻ എല്ലാം സ്ട്രിങ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഹാവ് ഇൻറ്റ് സ്റ്റാറ്റസ്, ഇൻറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ദാറ്റ് ഈസ് നള്ളബിൾ. സോ ഇവിടെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആൻഡ് ഇതാണ് എൻ്റെ മോഡൽ. ദെൻ യു ഹാവ് ടു ക്രിയേറ്റ് ദ കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ്. ഈ മോഡൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മോഡൽ പ്രകാരമുള്ള ഡാറ്റയാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് എടുക്കുമ്പോൾ വരുന്ന ഡാറ്റയെ നമ്മൾ ഈ മോഡലിലേക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങോട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡൽ പ്രകാരമുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം, കൺസ്ട്രക്ടർ വേണമെന്ന് അറിയാം. ദിസ് ഈസ് എ കൺസ്ട്രക്ടർ ഓഫ് ദിസ് ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിംഡ് പാരാമീറ്റർ ആയിട്ടോ അതല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആഡ് ചെയ്യാം. ഐ എം ഗോയിങ് ടു ആഡ് ദിസ് ഡോട്ട് ഐ ഡി, then this dot name, and this dot course, and this dot address, then this dot status. Okay, and ഇത് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഈ ക്ലാസ് ഉപയോഗിക്കുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഡാറ്റ, ഈ മോഡൽ പ്രകാരമുള്ള ഡാറ്റ ആയിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരേണ്ടത്. അതിന് നമ്മൾ JSON ആക്കി മാറ്റണം. നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത് നമുക്ക് എന്തായിരിക്കും, JSON ആയിരിക്കും ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡലിലേക്ക് എന്ത് ചെയ്യണം, അതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ അതിനുള്ള മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിനകത്ത് എഴുതും. ടു JSON മെത്തേഡും ഫ്രം JSON മെത്തേഡും നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ നോട്ട് പാഡിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഡാർട്ടിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പോകാം. അപ്പോൾ നമുക്ക് കോഡ് കളറിങ്ങും സജഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇവിടെയും ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് മിസ്റ്റേക്സ് വന്നാൽ ഇവിടെ കാണില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് മാറാം. ഓക്കെ, ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ക്ലാസ് ഞാൻ ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയ ക്ലാസ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ VS കോഡിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ആൻഡ് ഐ തിങ്ക് you have errors here. Okay, then you have to put a question mark here. Okay, and this is what I told you, നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, അവിടെ കോഡ് കളറിംഗ് ഉണ്ടാക്കില്ല. Okay, so this is what we have. You have a class called student. Okay, now you have to write the methods. ഇവിടെ എന്ത് ചെയ്യണം, I'm going to use the factory, then student dot from JSON എന്ന് പറഞ്ഞ മെത്തേഡ് ഇത് from JSON. Okay, I think you are familiar with this thing, and this is the constructor, this is the default constructor, and this is a named constructor. Class name dot the function name എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, and this is called named constructor. A class can have only a single constructor. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ്സിന് ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് ആവാം. പക്ഷെ അത് നെയിംഡ് കൺസ്ട്രക്ടർ ആയിരിക്കും. അത് എഴുതുന്നത് ക്ലാസ് നെയിം ഡോട്ട് ദാറ്റ് കൺസ്ട്രക്ടർ ഈസ് ആക്ച്വലി എ മെത്തേഡ്. ക്ലാസിൻ്റെ അതേ പേരിലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡിനെ നമ്മൾ എന്ത് കൺസ്ട്രക്ടർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ നെയിം കൺസ്ട്രക്ടർ, ആൻഡ് ദിസ് ഇസ് ഫാക്ടറി. ആൻഡ് യു മേ എൻകൗണ്ടർ ദിസ് ടൈം ഫാക്ടറി എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി എ കീവേഡ്. നിങ്ങൾക്കൊരു നെയിംഡ് കൺസ്ട്രക്ടർ എഴുതുമ്പോൾ ഇതൊരു സ്പെഷ്യൽ കൺസ്ട്രക്ടറാണ്, ഫാക്ടറി കൺസ്ട്രക്ടറാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു നെയിംഡ് കൺസ്ട്രക്ടർ എഴുതുമ്പോൾ നിങ്ങൾക്ക് സംതിങ് ഒരു സ്പെഷ്യൽ ലോജിക് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി കൺസ്ട്രക്ടർ എഴുതാം. ഇവിടുത്തെ സ്പെഷ്യൽ തിങ് എന്ന് പറയുന്നത് JSON എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡാറ്റ ഒബ്ജക്റ്റിലേക്ക് മാറ്റണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന സ്പെഷ്യൽ കാര്യം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു ഫാക്ടറി കൺസ്ട്രക്ടർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് വിൽ അക്സെപ്റ്റ്. ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ കമൻ്റ് ആയിട്ട് എഴുതാം, ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡാർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ JSON. ഈ JSON എന്താക്കി മാറ്റണം, ഡാർട്ടാക്കി മാറ്റണം. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഈ വരുന്ന JSON-നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ആ JSON എടുത്തിട്ട് എന്ത് ചെയ്യും, ഡാർട്ട് ഒബ്ജക്റ്റിലേക്ക് മാറ്റും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കണം. പാരാമീറ്റർ നിങ്ങൾക്കറിയാം, പാരാമീറ്റർ എന്തായിരിക്കും, ഇറ്റ്സ് എ മാപ്പ്. JSON ഒരു മാപ്പ് പോലെയാണ്. അതിൽ ഫസ്റ്റ് ഐറ്റം സ്ട്രിങ് ആയിരിക്കും, കീ എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. വാല്യൂ ക്യാൻ ബി ഡൈനമിക്. ഓക്കെ, then give a name for that parameter. This is a positional argument. ഇത് മാൻഡേറ്ററി ആയിട്ട് എന്താണ് ഇതിന് കൊടുക്കണം. ഇതുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഈ കൺവേർഷൻ നടക്കുള്ളൂ. ദെൻ ഈ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്, യു ഹാവ് ടു റിട്ടേൺ സംതിങ് കോൾഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, തിരിച്ച് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തുണ്ട്, കൺസ്ട്രക്ടർ എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലല്ലോ. കൺസ്ട്രക്ടർ എന്തിനാ ഉപയോഗിക്കുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ റിട്ടേൺ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഈ JSON ഡാറ്റയിലെ
ID ആയിരിക്കും. This is ID. Then നെക്സ്റ്റ് നെയിം ഉണ്ടായിരിക്കും. ആൻഡ് കമ്മിങ് ജേസണിലെ നെയിം എന്നുള്ള കീ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിലേക്ക് നെയിമിലേക്ക് മാപ്പ് ചെയ്യും. ദെൻ ഇനിയുള്ളത് കോഴ്സ് ഉണ്ട്. വരുന്ന ജേസണിൽ എന്താണോ എഗനസ്റ്റ് ആയിട്ട് കോഴ്സിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ അതെടുത്ത് ഞാൻ എന്ത് ചെയ്യും, നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് മാപ്പ് ചെയ്തു. ദെൻ യു ഹാവ് സംതിങ് കോൾഡ് അഡ്രസ്. ഓക്കെ, അഡ്രസ് ഈസ് JSON of address, then comma, you have status. Okay, ഇവിടുത്തെ എറർ ഇവിടെ കോമ വേണം. ഓരോ പാരാമീറ്റർ കഴിഞ്ഞാലും കോമ ഇടണം. I forgot to put the comma. Then put the JSON here. Then ഇനി എന്ത് ചെയ്യണം, and that is status. Okay, and this is how you write the from JSON method. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രം JSON എഴുതുന്നത്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഇല്ല. ഐ എം ഗോയിങ് ടു റൈറ്റ് സം മെയിൻ ഫംഗ്ഷൻ ഹിയർ, void main. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ഞാനൊരു സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാറ്റ ഇങ്ങോട്ട് വരുന്ന ഡാറ്റ നിങ്ങൾക്ക് എന്തായിരിക്കും, ആക്ച്വലി JSON ആയിരിക്കും ഡാറ്റ. അപ്പോൾ നമുക്കതൊന്ന് സിമുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് ആ JSON-നെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വൽ സെനാരിയോ അല്ല, സപ്പോസ് ദിസ് ഈസ് ദ റെസ്പോൺസ് ഫ്രോം യുവർ API. ഇതാണ് നമ്മളുടെ API റെസ്പോൺസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മാപ്പ് ആയിരിക്കും, നമുക്ക് കിട്ടുന്ന ഒരു JSON ഡാറ്റ ആയിരിക്കും. ഓക്കെ, ഈ സിൻടാക്സിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ JSON ഡാറ്റയെ നമുക്ക് എന്താക്കി മാറ്റണം, നമുക്ക് നമ്മളുടെ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കി മാറ്റണം, വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡോട്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമുക്ക് ആ ഫ്രം JSON വിളിച്ചാൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ട് S1 ഈക്വൽ ടു ഞാൻ ആരെ കോൾ ചെയ്തു, സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സിനെ കോൾ ചെയ്തു. ഓക്കെ, ഡോട്ട് അതിലെ ആരെ കോൾ ചെയ്തു, ഫ്രം JSON കോൾ ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു പാസ് ദിസ് JSON ഡാറ്റ. JSON ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് എന്ന് എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രിന്റ് ദാറ്റ് S1 ഞാൻ പ്രിന്റ് ചെയ്യണം. ഓക്കെ, നൗ ഈ മെത്തേഡ് എന്താ ചെയ്തത്, ഇതാണ് ചെയ്തത്. ഫ്രം JSON കോൾ ചെയ്തു. അപ്പോൾ ഈ JSON ഡാറ്റ, ഈ മാപ്പ് ഇതാണ് എന്ത്, ഈ ഡാറ്റയാണ് എനിക്ക് പാസ് ചെയ്ത് കൊടുത്തത് ഇവിടെ വരിക. ഓക്കെ, ഇനി അതിലുള്ള ഓരോ കീ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ മോഡലിലേക്ക് എന്ത് ചെയ്യും, മാപ്പ് ചെയ്ത് തരും. ഇത് ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ സിംപ്ലി ക്ലിക്ക് ഓൺ ദിസ് പ്ലേ ബട്ടൺ. ഓക്കെ, ദെൻ യു ക്യാൻ സീ ഇവിടെ കണ്ടോ ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റുഡൻസ് വന്നു. Okay, now you can access S1.address, S1.name, you can access everything, and this is what we need. And ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഡാറ്റ ഉപയോഗിക്കാം. ബിക്കോസ് യു സക്സസ്ഫുള്ളി കൺവേർട്ടഡ് ദാറ്റ് JSON റെസ്പോൺസ് ടു യുവർ മോഡൽ, ഡോട്ട് ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് എഴുതിയത്, നമ്മൾ ആരെ എഴുതിയത്, ഫ്രം JSON മെത്തേഡ് എഴുതി. ഇനി നമുക്ക് അങ്ങോട്ട് കൊടുക്കണം, അതായത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് സപ്പോസ് ഇവിടെ നമ്മൾ വെതറിനകത്ത് വെതർ API നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്കൊരു ഡാറ്റ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഫയർ ബേസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡാർട്ട് ഒബ്ജക്റ്റ് ആസെറ്റീസ് അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഐ ടോൾഡ് യു, അത് HTTPയുടെ കൂടെ നിങ്ങൾക്ക് അപ്പൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഈവൻ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്കത് ബാക്ക് എൻഡിൽ എത്തുമ്പോൾ അവിടെ വേറെ ലാംഗ്വേജ് ആയിരിക്കും, അവിടെ അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ഡാർട്ട് ടു JSON കൺവേർഷൻ നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ടു JSON മെത്തേഡും കൂടി എന്ത് ചെയ്യും, ഇവിടെ എഴുതും. ഓക്കെ, അതെങ്ങനെ എഴുതാൻ നോക്കാം, ടു JSON മെത്തേഡ് എങ്ങനെ എഴുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതല്ലാണ്ട് ബെറ്റർ വേ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. And please do some comments because I need comments to move forward, and I need like and subscription to move forward. അത് ചെയ്യാൻ മടി കാണിക്കരുത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. മേ ബി കൺസെപ്റ്റ്സ് ആർ സിമ്പിൾ, പക്ഷേ ചില ആളുകൾക്ക് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് എ ടൈപ്പോ ഹിയർ. ദിസ് ഇസ് ഫ്രം JSON. Then you can rename this to from JSON.
ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ടു JSON മെത്തേഡ് എഴുതാൻ നോക്കാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ടായിരിക്കും വേണ്ടി വരിക, മാപ്പ് എന്നാണ് എഴുതേണ്ടത്. അതിലെന്തായിരിക്കണം, സ്ട്രിങ് ദെൻ കോമ ഡൈനാമിക്. ഓക്കെ, ദെൻ ഞാൻ മെത്തേഡ് എഴുതി ടു JSON. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, ഇത് എന്ത് റിട്ടേൺ ചെയ്യണം, ഇത് റിട്ടേൺ ചെയ്യേണ്ടത് എന്തായിരിക്കും, ഒരു JSON ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്, ഫൈനൽ മാപ്പ്, that should be type of string then dynamic. ആൻഡ് ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിലെ കീയുടെ ടൈപ്പാണ് ആദ്യം എഴുതിയത്, രണ്ടാമത് എഴുതിയത് അതിലെ വാല്യൂവിൻ്റെ ടൈപ്പാണ്. ഇത് ഇങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എഴുതിയ ടൈപ്പ് കീയുടെ ടൈപ്പാണ് ആൻഡ് ദിസ് ഇസ് ഡൈനാമിക്. കീ ഈസ് ഓൾവേസ് സ്ട്രിങ് എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്ട്രിങ് കൊടുക്കുന്നത്. ദെൻ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഡാറ്റ. ഓക്കെ, ദെൻ പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് ഡാറ്റ ഓഫ് ID എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും, നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഡാറ്റ ഓഫ് ID എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി യുവർ ID. ദെൻ what is the error here, and final variable can't be read because it's potentially unassigned at this point. Okay, so I think you can write something like this, map. Okay, then data of a key name, then data of course, then data address, then data of status. Okay, then after this you have to return data. Okay, name equal to name. Okay, name, and this is address, and this is address, and this is course. Put a semicolon here, and this is equal to status. Okay, and this is a very simple thing, to JSON method നമ്മൾ എഴുതിയാണ്. ഓക്കെ, ഇവിടെ അതിൻ്റെ പേര് ടു JSON എന്നാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, യു ഹാവ് സംതിങ് കോൾഡ് an S1 ഒബ്ജക്റ്റ് ഹിയർ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ടു JSON മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഓർമ്മയുണ്ട്, അത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ സിമ്പിളി നിങ്ങൾക്ക് S1 ഡോട്ട് ടു JSON മെത്തേഡിനെ കോൾ ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ സംതിങ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഫൈനൽ സ്റ്റുഡൻറ്റ് JSON, that is just a variable. This is going to return a map. ഞാനത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഉണ്ടാക്കി. Then and you can come here and print that student JSON. Okay, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്, ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് JSON നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റി, എന്നിട്ട് അഗെയിൻ തിരിച്ച് അതിനെ പഴയ പോലെ അങ്ങോട്ട് മാറ്റുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ then you can see, ഇവിടെ കണ്ടോ, you will get that JSON here. And this is how you convert your dot model into a JSON object. Okay, so I think this is clear to you. And ഇതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ മോഡൽ എന്താണ്, മോഡൽ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതാണ് നമ്മളുടെ എന്ത്, ദിസ് ഈസ് ദ JSON വി റിസീവ്ഡ്. ഇതിനെ ബേസ് ചെയ്തൊരു മോഡൽ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പം നമ്മളൊരു സിമ്പിൾ JSON എടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഒരു മോഡൽ ഉണ്ടാക്കി. നമുക്ക് വരുന്ന ഡാറ്റ ഈ രീതിയിലായിരിക്കും. അപ്പോൾ ആ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് എനിക്ക് ആ ഡാറ്റ എൻ്റെ ആപ്പിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എന്ത് മോഡൽ പ്രകാരം അതിനെ മോഡൽ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഈ JSON നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് എ കോംപ്ലക്സ് JSON. നിങ്ങൾക്ക് ഇതിനകത്ത് പല സ്ഥലത്തും കാണാം. അപ്പോൾ ടേക്ക് എൻ എക്സാമ്പിൾ, ഈ കീ നോക്കുക, ഇതിൽ വരുന്നത് എഗെയിൻ എന്താണ്, ദിസ് ഈസ് എൻ അറേ.
ദിസ് ഇസ് ജേസൺ അറേ. ഇവിടെ നിങ്ങൾക്ക് ആ ജേസൺ അറേയുടെ ഉള്ളിൽ ഫസ്റ്റ് ഒരു മാപ്പ്, ദെൻ അങ്ങനെ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ട് ഇന്നർ ആയിട്ടുള്ള ജേസൺസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ സെർവർ റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജേസണിൻ്റെ മോഡലിൽ എഴുതുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു കോംപ്ലക്സ് ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് നിങ്ങൾക്ക് ഇരുന്ന് എഴുതി ഉണ്ടാക്കാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്രോമോ ബ്രൗസറോ ഏതെങ്കിലും എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ജേസൺ ടു ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല വെബ്സൈറ്റുകൾ വരും. യു ക്യാൻ ടേക്ക് എനി വെബ്സൈറ്റ്. ഞാനിവിടെ ഈ ഒരു വെബ്സൈറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ പോസ്റ്റ്മാനിൽ വന്നിട്ട് കോപ്പി യുവർ റെസ്പോൺസ്. ഞാൻ ഈ റെസ്പോൺസ് ആസ് എ വോൾ കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ വെബ്സൈറ്റ്സ് എന്ത് ചെയ്യും, ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ജേസനെ ബേസ് ചെയ്തിട്ടുള്ള ഡാർട്ട് ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ എഴുതി തരും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ എന്ത് ചെയ്യാണ്, യു ഹാവ് ടു പ്രൊവൈഡ് സംതിങ് കോൾ ദ ക്ലാസ് നെയിം. ഞാനിവിടെ വെദർ മോഡൽ എന്ന് ക്ലാസ് നെയിം കൊടുത്തു, ജനറേറ്റ്. ആൻഡ് യു ക്യാൻ സീ ദ മാജിക് ഹിയർ. ഇവിടെ എന്ത് വന്നു, വിത്ത് നൾ സേഫ്റ്റി നിങ്ങൾക്ക് എന്ത് തരും, ആ വെദർ മോഡൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കൊടുത്ത ജേസൺ ഡാറ്റ പ്രകാരമുള്ള മോഡൽ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇത് നമുക്ക് എഴുതാം, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ട് ഇത് എഴുതൽ നല്ല ഹെക്ടിക് പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അതായത് ആക്ച്വലി നിങ്ങൾക്കൊരു മെയിൻ ക്ലാസ് കാണും ഇവിടെ, വെദർ മോഡൽ വേണ്ടി. അതിൽ ഇതുണ്ടോ, ഇത് വേറൊരു ക്ലാസ്സാണ്, വിൻഡ് എന്നുള്ള വേറെ ക്ലാസ് ആണ്, ക്ലൗഡ്സ് എന്നുള്ള വേറെ ക്ലാസ് ആണ്. ഇതിന്റെ ടൈപ്പ് നോക്കിയാൽ മതി. ക്ലൗഡ്സ് ഈസ് കമ്മിങ് ഫ്രം ദ ടൈപ്പ് ക്ലൗഡ്സ് ക്ലാസ്, മെയിൻ ഈസ് കമ്മിങ് ഫ്രം ദ ടൈപ്പ് മെയിൻ ക്ലാസ്. ആൻഡ് യു ഹാവ് ദാറ്റ് ക്ലാസസ് ഹിയർ. ഇവിടെ കണ്ടോ, കോർഡിനേറ്റ്സ് ഒരു ക്ലാസ് ഉണ്ട്. ദെൻ ഒബ്വിയസ്ലി യു ഹാവ് അതർ ക്ലാസ്സസ് ലൈക്ക് വെദർ. ഓക്കെ, ദെൻ മെയിൻ. ഇതെന്തിനെ ബേസ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസ് എടുത്ത് നോക്കുക. പക്ഷേ നിങ്ങൾക്ക് മെയിൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ജേസൺ പോലെയാണ് കിടക്കുന്നത്. ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ എന്തായിരിക്കും, സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരിക്കും. ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് വേറെയാണ്. ഇതുണ്ടോ, SYS എഴുതിയിരിക്കുന്നത്, ഇത് വേറൊരു ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എഗെയിൻ ഇതിനെ ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഗെയിൻ ഒരു ജേസൺ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ക്ലാസ് ആക്കി ഉണ്ടാവും. ദെൻ വിൻഡ് സെപ്പറേറ്റ് ക്ലാസ് ആക്കി ഉണ്ടാവും. ദെൻ ഇതേപോലെ ടേക്ക് ദ വെദർ എന്തായിരിക്കും, വെദർ ഒരു ജേസൺ അറയാണ്, അതിനകത്ത് എഗെയിൻ മാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വേറൊരു ക്ലാസ് ആക്കി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കോർഡിനേറ്റ്സ് എഗെയിൻ വേറൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇതിനെ എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സിംപ്ലി കോപ്പി ദിസ് ഡാർട്ട് കോഡ് ടു യുവർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതല്ലെങ്കിൽ നമ്മളുടെ ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാനിവിടെ LIBയിൽ വന്നിട്ട് ഒരു പുതിയ ഡയറക്ടറി ഉണ്ടാക്കും. അതിൻ്റെ പേര് മോഡൽസ് എന്ന് അതിൻ്റെ ഒരു ഡയറക്ടറി ഉണ്ടാക്കും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് വെദർ മോഡൽ, വെദർ റെസ്പോൺസ് മോഡൽ. ആൻഡ് ഐ തിങ്ക് ദ നെയിം സ്മോളർ കേസ് ഈസ് പ്രിഫറബിൾ, റെസ്പോൺസ് അണ്ടർസ്കോർ മോഡൽ. ഓക്കെ, ആൻഡ് സിംപ്ലി പേസ്റ്റ് ദാറ്റ് തിങ് ഹിയർ. നൗ യു ഹാവ് യുവർ മോഡൽ റെഡി. ഇനി നമുക്ക് എന്ത് വേണം, ഈ മോഡലിൽ ഓൾറെഡി എന്തുണ്ട്, ഫ്രം ജേസണും ടു ജേസൺ ഒക്കെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ദ ടു ജേസൺ മെത്തേഡ്. ആക്ച്വലി വി ഡോണ്ട് നീഡ് ടു ജേസൺ ഹിയർ. ഇവിടെ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാൻ പോകുന്നില്ല. നമുക്ക് എന്തേ കിട്ടാൻ പോകുന്നുള്ളൂ, നമുക്ക് ഇങ്ങോട്ടാണ് ഡാറ്റ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എന്തുണ്ട്, ഫ്രം ജേസണും ടു ജേസൺ ഒക്കെ ഓൾറെഡി നമുക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്ന റെസ്പോൺസിനെ ഡാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആ റെസ്പോൺസ് കിട്ടും എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് എങ്ങനെ ആ API റെസ്പോൺസ് നിങ്ങൾക്ക് ആ ജേസൺ ഡാറ്റ നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ API ഹിറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ API ഹിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ബേസ് URL വേണം, ദെൻ അതിൽ പെർട്ടിക്കുലർ റൗട്ട്സ് വേണം. റൗട്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. REST API ആക്ച്വലി ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ റിസോഴ്സിനെ URI വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോ ഉള്ളത് ഞാൻ പിന്നെയും പറയുകയാണ്, ഫസ്റ്റ് വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ദാറ്റ് ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ദെൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റെസ്പോൺസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മോഡൽ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, വി നീഡ് ടു ക്രിയേറ്റ് സംതിങ് ഹിയർ. ഇവിടെ വന്നിട്ട് ഞാനൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുകയാണ്. നോർമലി നമ്മൾ അതിനകത്ത് സീക്രട്സ് എന്നുള്ള പേര് കൊടുക്കും, സീക്രട്സ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വി ഹാവ് ടു ക്രിയേറ്റ് എ ഫയൽ കോൾഡ് സീക്രട്സ്. ഓക്കെ,
ഇതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ API കീ അങ്ങനത്തെ സാധനമൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്. സി ഐ എം ഗോയിങ് ടു സ്റ്റോർ മൈ ഫൈനൽ API and you can even create a class here. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സിംപിളി ജസ്റ്റ് ഒരു ഫയലേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ ഫൈനൽ API കീ ഈക്വൽ ടു ദാറ്റ് കീ, എന്താണോ നിങ്ങളുടെ കീ അത് കോപ്പി ചെയ്യുക. ലെറ്റ് മീ കോപ്പി മൈ കീ ഫ്രം ഓപ്പൺ വെതർ API. അതിൽ നമുക്ക് ആ കീ കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ API കീ ഇവിടെ പേസ്റ്റ് ചെയ്തു. then put a semicolon and you can close this file. ഇനി നമുക്കത് നമ്മൾ ആക്സസ് ചെയ്യാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ വന്നിട്ട് വേറൊരു ഫയൽ ഉണ്ടാക്കി and you can call it as something called API auto. Okay, and ഈ ഫയലിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. we are going to define our ബേസ് എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ ബേസ് URLും എൻഡ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, you can even create a class API endpoints, whatever name you can give. I'm going to give API endpoints. Okay, and API endpoints. Okay, this is a class, and here I'm going to declare some variables, that is final string base URL equal to, and this is where your base URL comes. Okay, then final string city endpoint. By city name നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എൻഡ് പോയിന്റ് എന്താണ്. then I have to access using the latlang endpoint equal to, okay, then I'm going to declare final something called unit. Okay, unit equal to, okay, that's also a string. Okay, and ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന ഡാറ്റ ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബേസ് URL എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ബേസ് URL. ലെറ്റ് മീ കോപ്പി ദിസ് എവറിത്തിങ് ഫ്രം ഹിയർ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ പേസ്റ്റ് ചെയ്തു, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബേസ് URL ഇവിടം വരെ. ഓർ യു ക്യാൻ യൂസ് ദ ക്യൂ ഹിയർ. Okay, or you can utilize this thing up to this thing, copy this, and this is the base URL. Okay, and the city endpoint എന്ന് പറയുന്നത് ഈ വെതർ എന്ന് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, then q equal to എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ എന്ത് വരുന്നത്, ആക്ച്വലി യുവർ സിറ്റി URL വരുന്നത്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും കാര്യം ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് കോപ്പി ചെയ്യണം. app ID ഇവിടം വരെ, and you can paste it here, app ID. Okay, app ID equal to എന്ന് കൂടി ഉണ്ട്. ഇത്രയും കോപ്പി ചെയ്തു. ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആക്ച്വലി നമ്മളുടെ എന്തായിരിക്കും വരിക, സിറ്റി നെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഈ രീതിയിൽ അത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ആൻഡ് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാനിതിനൊന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ആക്ച്വലി എവറിത്തിങ് ഈസ് ലൈക്ക് ദിസ്. ഇതേപോലെ തന്നെ ഉള്ളത് വെദർ ക്യൂ, ഇവിടെ ക്യൂ ഈക്വൽ ടു എന്ന് എഴുതി. ഓക്കെ, ദിസ് ഈസ് ഫോർ സിറ്റി URL എന്നാക്കി ഞാൻ, സിറ്റി URL. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് latlang URL എഴുതാം. അപ്പോൾ നമുക്കത് പിന്നീട് എഴുതാം. ഇപ്പോൾ ഞാൻ തൽക്കാലം സിറ്റി URL ഉണ്ട്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആ സ്ട്രിങ് ഉണ്ടായിരിക്കും, ഇത് സ്ട്രിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ കോപ്പി ചെയ്ത് കൊടുക്കുന്നു, ഇത്. ഓക്കെ, നമുക്ക് മെട്രിക് യൂണിറ്റിലാണ് വേണ്ടത്. ഇതാണ് നമ്മളുടെ റൈറ്റ് നോ നമ്മളുടെ എന്ത് കിടക്കുന്നത്, നമ്മളുടെ എൻഡ് പോയിന്റ്സ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വേണം, നമുക്ക് API കീ ഒക്കെ വേണം. ആൻഡ് ഞാനത് സെപ്പറേറ്റർ ഫയലിലാണ് എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിസിറ്റിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, യു ക്യാൻ ടേക്ക് ദിസ് API കീ ഫ്രം ഹിയർ. ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തിട്ട് ഈ ക്ലാസ്സിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ API എന്നുള്ള ക്ലാസ്സിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എഴുതാം ഫൈനൽ API കീ, ആൻഡ് ദിസ് ഇസ് എ കീ. ആൻഡ്
ലെറ്റ്സ് ട്രൈ ദിസ് ഓൺ യുവർ നമുക്ക് ഈ JSM ഡാറ്റ കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിവിടെ നമ്മൾ സർവീസ് ക്ലാസ്സിനകത്ത് വരും. സർവീസ് ക്ലാസ്സിനകത്ത് നമ്മൾ പ്രൊവൈഡർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെയും പ്രൊവൈഡർ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെത്തേഡ് എഴുതാൻ പോവാണ്. അതിനകത്ത് ന്യൂ ഡോട്ട് ഫയൽ വെതർ സർവീസ് അണ്ടർസ്കോർ പ്രൊവൈഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതി. ഓക്കെ, സോ ഈ ക്ലാസ്സിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു സർവീസ് പ്രൊവൈഡർ എഴുതണം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് യു ക്യാൻ നെയിം ഇറ്റ് ആസ് ക്ലാസ് വെതർ സർവീസ് പ്രൊവൈഡർ that extends change notifier. Okay, then ഇനി ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെതർ ഫെച്ച് ചെയ്യാനുള്ള മെത്തേഡ്, API ഫെച്ച്, API ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള മെത്തേഡൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഈ ക്ലാസ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ UI എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പ്രൊവൈഡറിലുള്ള ഡാറ്റയാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി ഐ നീഡ് സംതിങ് കോൾ വെതർ റെസ്പോൺസ് മോഡൽ. നമ്മൾ മോഡൽ എഴുതുക, ദാറ്റ് ഈസ് വെതർ മോഡൽ. ഓക്കെ, വെതർ മോഡൽ, ടേക്ക് എ ലുക്ക് അറ്റ് ദ മോഡൽ. മോഡൽ കറക്റ്റ് അല്ലേ നോക്കുക. ഇവിടെ വന്നിട്ട് വാട്ട് ഈസ് എ മോഡൽ, വെതർ മോഡൽ. ഓക്കെ, സോ യൂസ് ദറ്റ് മോഡൽ, വെതർ മോഡൽ. Then I want to name it as weather. Okay, something like this. Then I need to write a getter because നമ്മൾ ഇത് പ്രൈവറ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ you have to write a getter. So get weather equal to underscore weather. It's an arrow function. That's underscore weather. Okay. ഓക്കെ അല്ലേ. ദെൻ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കൊരു ലോഡിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈനിൽ നമുക്ക് ലെറ്റ് മീ ടേക്ക് ദ ഡിസൈൻ. ഇവിടെ വെതർ ഫെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് ഡിസൈൻ. ഇവിടെ ഫെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലോഡിങ് എഫക്റ്റ് ഒക്കെ വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ കാണിച്ചു തരണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വന്നിട്ട് I'm going to declare a bool variable, bool underscore is loading. Okay, is loading എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ടാക്കി. Right now it is false. Okay, then I'm going to write a getter. Okay, so get is loading arrow function. Then ഇതിനെ കോൾ ചെയ്ത് നമുക്ക് കിട്ടേണ്ടത് is loading ആണ് കിട്ടേണ്ടത്. Okay, then suppose you have errors, so I'm going to declare a variable called underscore error equal to, right now it is nothing, empty. Okay, then error only save it. Then I have to write a getter string get error equal to, not equal to, arrow function underscore that error. Okay, and that's it. Then you have to write a function. I'm going to have a function of type future and future void. Okay, then future എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. Then the function name is fetch weather data. Okay, then this is going to accept two type നമ്മൾ weather data accept ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് fetch weather data by city എന്ന് വേണമെങ്കിൽ കൊടുക്കാം, by city. Then lat-lang വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഐ എം ഗോയിങ് ടു യൂസ് ദ സിറ്റി. സോ ഇവിടെ എന്ത് ചെയ്യണം, സ്ട്രിങ് ടൈപ്പിൽ സിറ്റി എന്ത് ചെയ്യും, പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കണം. Then this is an async operation. Okay, then initially I am going to make is loading എന്ന് പറയുന്നത് underscore is loading equal to, make it true. Okay, then after that error underscore error equal to empty, empty string ആണ്. Then ഇനി we are going to try this. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ API ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ API URL equal to, we have to create an URL.
അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന API എൻഡ് പോയിന്റ്സ് ഉള്ള ക്ലാസ്സിൽ നമുക്ക് എന്തുണ്ട്, API കീ, ദെൻ ദ URL, ദെൻ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതാണ് നമ്മളുടെ എന്ത് ബൈ സിറ്റി നെയിമിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, URL ഹിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊവൈഡറിൽ വന്നിട്ട് ഞാൻ അതൊന്ന് ഇവിടെ കോപ്പി ചെയ്തിടുന്നുണ്ട്, ആ കമൻറ്റഡ് തിങ് നമുക്ക് നോക്കി എഴുതാൻ എളുപ്പത്തിന്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, API URL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി I'm going to have something like this. String interpolation ഉപയോഗിക്കുന്നുണ്ട് $. Okay, I need to get that URL. അപ്പോൾ നമ്മളുടെ API endpoint ക്ലാസ്സിന് API endpoint ക്ലാസ്സിലെ endpoints dot I think API endpoints dot city URL. ഓക്കെ, ഇത്രയും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മളുടെ API എൻഡ് പോയിന്റ് ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് കൊടുക്കേണ്ടത്, Q ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. ഈ Q ഈക്വൽ ടു വരെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് സിറ്റി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, I have to open one more place holder. ഇവിടെ എന്ത് ചെയ്യണം, that city. ഓക്കെ, ദെൻ ഇനി ഇതിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു അപ്പൻഡ് ദ ആപ്പ് ID. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആപ്പ് ID അപ്പൻഡ് ചെയ്യണം. ആപ്പ് ID മീൻസ് യുവർ API കീ ആണ്. നമ്മൾ ആപ്പ് ID ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ആംപർസൻഡ് ആപ്പ് ID എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഞാൻ എഴുതുകയാണ് ആംപർസൻഡ് ആപ്പ് ID ഈക്വൽ ടു ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം നമ്മൾ ഓൾറെഡി API കീ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കോൾ ദാറ്റ് ദിസ് തിങ് API endpoints dot this is a key. Then at last നമുക്ക് എന്ത് വേണം, you need the metric. അപ്പോൾ നമ്മൾ again API endpointsൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മെട്രിക് വേരിയബിളിനെ ആക്സസ് ചെയ്യണം, യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, then put a semicolon and this is the endpoint. ഇത് നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, you will get that JSON response. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ HTTP മെത്തേഡിനെ കോൾ ചെയ്യാണ്. I'm going to declare a variable final response equal to. Okay, you need the HTTP package. Then go to PubSpecൽ പോയിട്ട് we have to add the HTTP package and I don't have that package here. നിങ്ങൾക്ക് ഇവിടെ ടെർമിനൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, Flutter pub add HTTP. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, HTTP പാക്കേജ് ഇമ്പോർട്ട് ആയി ഉണ്ടാവും. ദെൻ യു ഹാവ് ടു ഇമ്പോർട്ട് ദാറ്റ് ഹിയർ. ഇവിടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ദാറ്റ് HTTP ആസ് HTTP. ഓക്കെ, ദെൻ കം ഡൗൺ. ഇനി നമ്മൾ HTTPക്ക് അകത്ത് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്, HTTP dot you have to get it. And get is actually accepting a URI and we have a string here and you have to convert that into a URI. So അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, URI dot parse കോൾ ചെയ്യാം, parse, then pass that API URL. API URL ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. Okay, then put a semicolon here. Okay, and this is how you hit the URL. and ഇത് HTTP get ആയതുകൊണ്ടാണ് ഇവിടെ get എഴുതിയത്. if you are posting something you have to write it as post. Okay, then ഇനി നമുക്ക് വേണ്ടത്, ഇനി നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു, റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഉണ്ടായിരിക്കും. റെസ്പോൺസ് ഓക്കെ, HTTP റെസ്പോൺസ് യു ഹാവ് ടു അവൈറ്റ്, ഐ തിങ്ക് യു ഹാവ് ടു അവൈറ്റ്. ഓക്കെ, ഇത് അസിങ്ക് ഓപ്പറേഷൻ ആണ്, അവൈറ്റ് ചെയ്യണം. ഇത് HTTP ഡോട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഈക്വൽ ടു 200 ആണെങ്കിൽ വി ഹാവ് സം റെസ്പോൺസ്, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആ ഡാറ്റ എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി എന്തുണ്ട്, നമ്മളെ മോഡലിൽ JSON ഡീകോഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ യൂസ് ദാറ്റ് ഫൈനൽ ഡാറ്റ ഈക്വൽ ടു JSON ഡീകോഡ് എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യാം. ഓക്കെ, ദെൻ യു ഹാവ് ടു പാസ് റെസ്പോൺസ് ഡോട്ട് ബോഡി. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റെസ്പോൺസിലെ ബോഡിയിലായിരിക്കും എന്ത് ചെയ്യുക, ആ JSON ഉണ്ടാക്കുക. ആ JSON എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ JSON ഡീകോഡ് ഉപയോഗിച്ചത്. ആൻഡ് യു ക്യാൻ പ്രിന്റ് ദ ഡാറ്റ ഹിയർ, പ്രിന്റ്
data. Suppose you want to get the data on your console, you can print the data. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ വെതർ വേരിയബിൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെതർ മോഡലിലാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ഡാറ്റ വന്നു, ജേസൺ ഡാറ്റ വന്നു. ഈ ജേസൺ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ മോഡലിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് യോ വെതർ ഈക്വൽ ടു നമ്മളുടെ ക്ലാസ്സിനെ കോൾ ചെയ്യുക, വെതർ മോഡൽ എന്ന് കോൾ ചെയ്യുക. ഇതിലുണ്ടായിരിക്കും എന്ത്, ഫ്രം ജേസൺ മെത്തേഡ്. ഓക്കെ, വെതർ മോഡലിനകത്ത് നമുക്ക് ഫ്രം ജേസൺ മെത്തേഡ് ഉണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ജേസൺ ആയിരിക്കും. ഓൾറെഡി വി ഹാവ് ദിസ് ജേസൺ, സോ പാസ് ദാറ്റ് ഡാറ്റ ഹിയർ, ഡാറ്റ. ഓക്കെ, ദെൻ പുട്ട് എ സെമിക്കോളൻ. നൗ യു ഹാവ് ഈ വെതർ എന്നുള്ള വേരിയബിളിൽ എന്തുണ്ടായിരിക്കും, ഇത് എന്ത് ഒബ്ജക്റ്റ് ആണ്, ഇത് എന്തിന്റെ ഒബ്ജക്റ്റ് ആണ്, വെതർ മോഡലിലാണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു, നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, ഇതിനെ ഡാർട്ട് ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു നോട്ടിഫൈ ദ ലിസണേഴ്സ്, ബിക്കോസ് എന്നാലും ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിവിടെ ഓൾറെഡി ഒരു ഇഫ് ആണ് എഴുതിയേക്കുന്നത്. ഇതിന്റെ എൽസ് പാർട്ട് ഉണ്ട്. എൽസ് സപ്പോസ് നിങ്ങൾക്ക് റെസ്പോൺസിൽ എന്തില്ല, ഡാറ്റ ഇല്ല, ദാറ്റ് മീൻസ് യു ഹാവ് സം എറർ. സോ യു ഹാവ് ടു അപ്ഡേറ്റ് ദ എറർ ഈക്വൽ ടു സി സംതിങ്. എറർ സ്ട്രിങ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയത് ഫെയിൽ ടു ലോഡ് ഡാറ്റ എന്ന് എഴുതി. ഓക്കെ, പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് ഇവിടെ നമ്മൾ ട്രൈ ആണ് തുടങ്ങിയത്. ട്രൈ ദിസ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ക്യാച്ച് ദ എക്സെപ്ഷൻ, CATCH ക്യാച്ച് ദാറ്റ് ഇ, ദാറ്റ് ഈസ് എക്സെപ്ഷൻ ഇ. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു കോൾ ദാറ്റ് എറർ ഈക്വൽ ടു സംതിങ്, ഫെയിൽ ടു ലോഡ് ഡാറ്റ, ലോഡ് ഡാറ്റ. ഓക്കെ, അല്ലെങ്കിൽ ആൻ എറർ ഒക്കേർഡ് എന്ന് കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ യു ക്യാൻ ഹാവ് ദാറ്റ് $E. ആ എറർ കാണിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദാറ്റ് $E. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് finally I think you already know the exception handling. I'm going to have finally underscore is loading equal to, that means error occur ചെയ്താൽ പിന്നെ അത് ലോഡിങ് അങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലോഡിങ് എന്ത് ചെയ്യണം, again come back to false. Okay, then notify listeners. Okay, and this is how you fetch data. Okay, അപ്പോൾ വെരി സിമ്പിൾ. നമ്മളുടെ API എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്തു, API URL നമ്മൾ എഴുതി, ദാറ്റ് ഇസ് എ സ്ട്രിങ് ആൻഡ് യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ് സ്ട്രിങ്. ഓക്കെ, ദെൻ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് സ്ട്രിങ് ഇൻ ടു എ URI. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, URI.parse എന്ന് എഴുതി. ദെൻ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ അതിനെ എന്ത് ചെയ്തു, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആൻഡ് ഈ റെസ്പോൺസിൽ സ്റ്റാറ്റസ് കോഡ് 200 ആണെങ്കിൽ യു ഹാവ് സക്സസ് ആണ് നമ്മളുടെ API റെസ്പോൺസ് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തത്. ദെൻ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഡാറ്റ വരും. ആ ഡാറ്റയെ നമ്മൾ JSON ഡീകോഡ് ചെയ്ത് ഡാറ്റ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്താണ് കൺസോളിൽ പ്രിന്റ് കിട്ടാൻ വേണ്ടി. ദെൻ നമ്മളെ കയ്യിൽ JSON ഉണ്ട്. ഇപ്പോൾ ആ JSON നമ്മൾ എന്ത് ചെയ്യണം, ഡാർട്ട് ഒബ്ജക്റ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ മോഡലിൽ അതിനുള്ള മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഫ്രം JSON. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ തിരിച്ചു മാറ്റി. ദെൻ ബാക്കിയൊക്കെ നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രിന്റ് ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നൊരു നമ്മളൊരു API ഹിറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ URL ഒന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഒഴിവാക്കാം, നമ്മൾ ഡീബഗ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മളുടെ ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് നമ്മൾ ഇതിനെ കോൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ UI സ്ക്രീനിൽ വരിക, അതായത് നമുക്കുള്ള UI ഹിറ്റ് ചെയ്യേണ്ട സ്ക്രീൻ, അതായത് ഈ സ്ക്രീനാണ് ഇതിൽ വരിക. ഇതിൽ വന്നിട്ട് ദാറ്റ് ഈസ് കോൾഡ് ഐ തിങ്ക് ഹോം പേജ്. ഈ ഹോം പേജിൽ വരികയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ ചുമ്മാ ഒരു ഇനിറ്റ് സ്റ്റേറ്റ് എഴുതുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഇനിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുന്ന്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് കോൾ ചെയ്യാം. അതായത് ഇതേപോലെ കോൾ ചെയ്യാം, പ്രൊവൈഡർ ഓക്കെ ഓഫ് context, then provider.off. What is a provider? Whether service provider. Okay, write the context, then listen false. Okay, then dot fetch weather by city.
then you have to pass a city. ഞാനിവിടെ മാനുവലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിറ്റി പാസ് ചെയ്യുന്നുണ്ട്. ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യു ഐന്ന് എന്ത് ചെയ്യും, സിറ്റി പാസ് ചെയ്യും. സിറ്റി സ്ട്രിങ് ആണ്. സോ ഐ എം ഗോയിങ് ടു പാസ് ദുബായ്. ഓക്കെ, ഞാൻ ഒരു സിറ്റി പാസ് ചെയ്തു. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഡോട്ട് ഡാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രൊവൈഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഹാവ് change notify provider. Okay, then create the context. Then after this you have to call that weather service provider. Okay, ഇത്രയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പ്രൊവൈഡർ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ഡെഡിക്കേറ്റഡ് വീഡിയോ ഫോർ പ്രൊവൈഡർ ആൻഡ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, ദെൻ ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഞാനിതൊന്ന് റീബൂട്ട് ചെയ്യണം. ഇവിടെ റീബൂട്ട് ചെയ്തു. യു ഐയിൽ നമുക്കൊന്നും വരില്ല. നമുക്ക് വരാൻ പോകുന്നത് എവിടെയായിരിക്കും, നമ്മളുടെ കൺസോളിലായിരിക്കും എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നത്. ഓക്കെ, സീ ദ മാജിക്. ഇവിടെ നമുക്ക് നമ്മൾ ഹിറ്റ് ചെയ്തത് ഈ URL ആണെന്ന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുക്കാം. നമ്മൾ ഹിറ്റ് ചെയ്തത് വെദർ സർവീസ് പ്രൊവൈഡർ എടുത്തു, വോയിസ് ഓഫ് പ്രൊവൈഡർ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊവൈഡർ. ഞാൻ ഹിറ്റ് ചെയ്തത് ഈ URL ആണ് ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, URL ഹിറ്റ് ചെയ്തു, അതിന് URI മാറ്റിയിട്ട് ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പോൺസിൽ 200 ആണോ നോക്കി. ഓക്കെ, 200 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്തു. യു ഹാവ് ദ ഡാറ്റ ഹിയർ. ഇവിടെ നോക്ക്, നമുക്ക് ടെമ്പറേച്ചർ ഉണ്ട്, ഓൾ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് താഴെ കിടക്കുന്ന ഡാറ്റ വന്നത് എവിടെ നിന്നാണ്, താഴെ കിടക്കുന്ന ഡാറ്റ വന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം യുവർ കറണ്ട് ലൊക്കേഷൻ. നമ്മളുടെ ലൊക്കേഷൻ പിക്ക് ചെയ്തതാണ്. ആൻഡ് ഇത് ആദ്യം വരാനുള്ള കാരണം ഇത് പെട്ടെന്ന് ഹിറ്റായി. ഇത് നമ്മളെ ലൊക്കേഷൻ പിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഈ ഡാറ്റ വരാൻ വേണ്ടി. അതുകൊണ്ട് ആ ഡിലേ ആയിരിക്കും ഉണ്ടാവും. നമുക്ക് ആ ഡിലേ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, നിങ്ങൾക്ക് ഡാറ്റ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി ഹാൻഡ്ലിങ് ദ ഡാറ്റ. റൈറ്റ് നോ യു ഹാവ് ദാറ്റ് വെദർ. നിങ്ങൾക്ക് ഈ വേരിയബിളിനകത്ത് എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഈ മൊത്തം ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ പ്രിന്റ് ദിസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ഓൾറെഡി വെദറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രിന്റ് എഴുതുകയാണ്, പ്രിന്റ് _ വെദർ. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേജ് ഒന്നുകൂടി റീബൂട്ട് ചെയ്യാം നമുക്ക്. ലെറ്റ് മീ റീബൂട്ട് ഇറ്റ്. വേറെ നമ്മൾ ഇനിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു, യു ഗോട്ട് ദാറ്റ് ഡാറ്റ. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദാറ്റ് വേരിയബിൾ. എന്ത് വന്നു, ഇവിടെ നമ്മളെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ വന്നു. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ എഴുതിയ പ്രിൻ്റ് ഇവിടെ പ്രിൻ്റ് കാണാമല്ലേ, ഇവിടെ നമ്മൾ എഴുതിയത് _ വെദർ പ്രിൻ്റ് ചെയ്തു, വെദർ. ഓക്കെ, വെദർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് ഡാറ്റ ഐ തിങ്ക് ഡാറ്റ വന്നിട്ടില്ല. ലെറ്റ്സ് ട്രൈ. ഓക്കെ, ദെൻ ഈ വെദറിനകത്ത് നിങ്ങൾക്ക് weather.name ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ. ആൻഡ് അൺകണ്ടീഷണലി ഇൻവോക്ഡ് ആണ്. ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു നൾ ഓപ്പറേറ്റർ ഇട്ടു. ലെറ്റ് മീ റീബൂട്ട് ഇറ്റ് അഗെയിൻ. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഐ തിങ്ക് നമുക്ക് ഡാറ്റ സക്സസ്ഫുള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫ്രണ്ട് എൻഡിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഷോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. വെരി സിമ്പിൾ. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ഹാവ് ടു കംപ്ലീറ്റ് ദ UI. ഈ UIയിൽ എന്ത് ചെയ്യണം, ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് കിട്ടിയ ഈ JSON റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ കാര്യം ചെയ്യണം. ഓക്കെ, സോ വീഡിയോ വാച്ച് ചെയ്യുക ആൻഡ് കോഡ് എഴുതി നോക്കണം. വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഡ് എഴുതി തന്നെ വേണം. യു ഹാവ് ടു റൈറ്റ് ദ കോഡ്. എന്നാലും നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചാലേ എറേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഞാനിതിൻ്റെ റെപ്പോസിറ്ററി ഷെയർ ചെയ്യാം. മൊത്തത്തിൽ ഒന്നിച്ച് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഹാവ് എ ചാനൽ, ഡിസ്കോഡ് സെർവർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പുതിയ വീഡിയോസ് വരുന്നതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും.
പുതിയ കണ്ടൻസ്, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ സർക്കിളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നത്തിങ്, നിങ്ങൾ അനോയ് ചെയ്യുന്നുണ്ടാവില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കില്ല. ഫ്ലട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എന്തുണ്ടാക്കുള്ളൂ, പോസ്റ്റ് ചെയ്യുന്നുണ്ടാക്കുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, UI കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ മൊത്തത്തിൽ ചെയ്ത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചെയ്ത് അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയാണ് നമുക്ക് ചെറിയ ഡിലേ ഇടുന്നത്, ചെറിയ പാർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഈ കമൻസും ലൈക്കും ഒക്കെയാണ് നമുക്കൊരു മോട്ടിവേഷൻ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, ഇഷ്ടംപോലെ കാണുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ ചാനൽ ഹിറ്റായി വലിയ കോടീശ്വരനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും പറയുന്നതല്ല. ജസ്റ്റ് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഐ നീഡ് മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മളുടെ മോട്ടിവേഷൻ. ഓക്കെ, സോ സീ യു സൂൺ. വാച്ച് ദ വീഡിയോ ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്